അടുത്ത മൂന്നാമത്തെ ചാപ്റ്ററിലെ 2022 ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രോബിലിറ്റി എന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ആദ്യം 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. എ ബോക്സ് കണ്ടെയ്ൻ 7 വൈറ്റ് ബോൾസ് ആൻഡ് 3 ബ്ലാക്ക് ബോൾസ്. ഒരു ബോക്സിന്റെ അകത്ത് 7 വൈറ്റ് ബോളും ഉണ്ട്, 3 ബ്ലാക്ക് ബോളും ഉണ്ട്. സോ അപ്പൊ അവിടുത്തെ ടോട്ടൽ എന്ന് പറയുന്നത് 7 3 10 ബോൾ. If a ball is taken from it, what is the probability of it being black? ഇതിനകത്ത് നിന്ന് ഒരു ബ്ലാക്ക് ബോൾ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിനകത്ത് ഒരു ബോൾ എടുത്തു കഴിഞ്ഞാൽ, ബ്ലാക്ക് ബോൾ അല്ല, ഇതിനകത്ത് ഒരു ബോൾ എടുത്തു കഴിഞ്ഞാൽ അത് ബ്ലാക്ക് ആകാനുള്ള പ്രോബിലിറ്റി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ പ്രോബിലിറ്റി ഓഫ് ബ്ലാക്ക് ടോട്ടൽ എത്രയായിരുന്നു? 10. ബ്ലാക്ക് ബോൾ എത്ര ഉണ്ടായിരുന്നു? 3. സോ പ്രോബിലിറ്റി ഈസ് ഈക്വൽ ടു 3/10. ഇവിടുന്ന് വേണമെങ്കിൽ ചോദിക്കാവുന്ന വേറൊരു ചോദ്യം, വൈറ്റ് ബോൾ എടുത്തുള്ള പ്രോബിലിറ്റി എത്രയായിരിക്കും? വൈറ്റ് ബോൾ എടുത്തുള്ള പ്രോബിലിറ്റി എത്രയായിരിക്കും? 7/10. അത് ചോദിച്ചിട്ടില്ല, ഞാൻ എക്സ്ട്രാ പറഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ, ഇതൊരു 3 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ, 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. സോ ഇവിടെ ഒരു പാരലോഗ്രാം തന്നിട്ടുണ്ട്, അതിന്റെ അകത്ത് ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. സോ ആ ട്രയാങ്കിൾ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഇഫ് ദ ഏരിയ ഓഫ് ദി പാരലോഗ്രാം ഈസ് 50 സ്ക്വയർ സെന്റിമീറ്റർ? അപ്പൊ നമുക്ക് ആദ്യം ഈ ദൂരം, ഇത് ബേസ് ആണ്, ഇതാണ് ഇവന്റെ ഹൈറ്റ് എന്ന് പറയാം. പാരലോഗ്രാമിന്റെ ഏരിയ ഓഫ് പാരലോഗ്രാം ഈക്വൽ ടു BH ആണ്. അത് എത്രയെന്ന് തന്നിട്ടുണ്ട്? 50 തന്നിട്ടുണ്ട്. പാരലോഗ്രാമിന്റെ ഏരിയ, ഇതിന്റെ മൊത്തം ഏരിയ എന്ന് പറയുന്നത് 50 ആണ്. ഇനി വേണ്ടത് ഈ ട്രയാങ്കിളിന്റെ ഏരിയ ഓഫ് ട്രയാങ്കിൾ. ട്രയാങ്കിൾ ഇൻഡിക്കേഷൻ എന്താ? ഹാഫ് BH ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു BH എത്രയാണ്? 50. സോ 2ഉം 50 കൂടി വെട്ടുന്നു, എത്ര കിട്ടും? 25 സെന്റിമീറ്റർ സ്ക്വയർ. അതാണ്. ഇത് രണ്ടുമാണ് ഇവരുടെ ഏരിയ. അപ്പൊ ട്രയാങ്കിളിന്റെ ബേസും ഹൈറ്റും തന്നെയാണ് പാരലോഗ്രാമിന്റെ ബേസും ഹൈറ്റും. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഇഫ് ദ ഏരിയ ഓഫ് ദ പാരലോഗ്രാം ഈസ് 50 സ്ക്വയർ സെന്റിമീറ്റർ? അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ട്രയാങ്കിൾ ഏരിയ എന്ന് പറയുന്നത് 25 ആണ്. ഫൈൻഡ് ദ പ്രോബിലിറ്റി ഓഫ് a dot put without looking to be in the triangle. ഒരു കുത്തിട്ട് കഴിഞ്ഞാൽ അത് എന്തിന്റെ അകത്ത് വീഴണം? ഈ ട്രയാങ്കിൾ വീഴാനുള്ള പ്രോബിലിറ്റി. സോ പ്രോബിലിറ്റി ഓഫ് dot in triangle. Okay, so that is equal to total area എത്രയാ? 50. ട്രയാങ്കിൾ ഏരിയ എത്രയാണ് കിട്ടിയായിരുന്നു? 25. സോ വെട്ടി പോകുമ്പോൾ എന്ത് കിട്ടും? 1/2 ആണ് കുത്ത് ട്രയാങ്കിളിനകത്ത് വീഴാനുള്ള പ്രോബിലിറ്റി. ഇതൊരു 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. A box contains slips numbers 1 2 3 4. ഒരു ബോക്സ് വരയ്ക്കുന്നു, 1 2 3 4. Another box contain 1 തൊട്ട് 5 6 7 8 9. അപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ അറിയാമെങ്കിലും ക്വസ്റ്റ്യൻ വായിച്ച് ഇങ്ങനെയൊക്കെ എഴുതി വെക്കാൻ അറിയാം. ഇതിനൊക്കെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത് വെക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി പേഴ്സ് ആർ പോസിബിൾ? ഇതിനകത്ത് എത്ര പേരുണ്ടാക്കാം? വേണം നമുക്ക് എഴുതി നോക്കാം. 1,5 1,6 1,7 അങ്ങനെ എഴുതാം. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ മൊത്തം 4 പേരുണ്ട്, ഇവിടെ മൊത്തം 5 പേരുണ്ട്. സോ 4 × 5 എത്ര പേരുണ്ടാക്കാം? 20 പേർ ഉണ്ടാക്കാം. അടുത്ത ബി, വാട്ട് ഈസ് എ പ്രോബിലിറ്റി ഓഫ് ബോത്ത് ബീങ് ഓഡ്? രണ്ടുപേരും എന്ത് വരണം? ഓഡ് വരണം. ഇവിടെ എത്ര ഓഡ് നമ്പർ ഉണ്ട്? 1 3 2 ഓഡ് നമ്പർ ഉണ്ട്. ഇവിടെ 1 2 3 ഓഡ് നമ്പർ, 2 × 3 6. സോ പ്രോബിലിറ്റി ഓഫ് ബോത്ത് ബീങ് ഓഡ് നമ്പർ വരാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് 6/20. അടുത്തത്, വാട്ട് ഈസ് എ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് സം ഓഫ് ദ നമ്പേഴ്സ് 10? എത്ര വരണം? 10 സം വരണം. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം. 1 ആണ് എടുക്കുന്നതെങ്കിൽ 1ന്റെ കൂടെ ആര് വന്നാൽ 10 വരും? 9 വന്നാൽ വരും. പിന്നെ 1ന്റെ കൂടെ ഇവിടെ വേറെ ആര് വന്നാലും 10 വരത്തില്ല. 2 ആണ് എടുക്കുന്നതെങ്കിൽ 2ന്റെ കൂടെ ഇവിടെ 4 വന്നാൽ 10 വരും, 8 വന്നാൽ വരും. 3 ആണ് എടുക്കുന്നതെങ്കിൽ ആര് വരണം? 7 വരണം. 4 ആണ് എടുക്കുന്നതെങ്കിൽ 6 വരണം. വേറെ ഒരു പോസിബിലിറ്റി ഇല്ല. സോ പ്രോബിലിറ്റി ഓഫ് സം ഈസ് 10. എന്ന് പറയുന്നത് 4 പേഴ്സ് ആണുള്ളത്. 4/20. അപ്പോ ഈ ഇത്രയും ക്വസ്റ്റ്യൻ ആണ് 23-ലും 22-ലും ആയിട്ട് SSLCക്ക് ചോദിച്ചിട്ടുള്ളത്. വളരെ സിമ്പിൾ ചാപ്റ്റർ ആണ്. ഈ ഇത്രയും ക്വസ്റ്റ്യൻസ് തന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത്. അപ്പൊ ഇത്രയും പഠിച്ചാൽ മതി. ടെക്സ്റ്റിനകത്ത് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.